ട്രാവൽ ടാഗിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാൻ ജോസ് ക്ലീറ്റസ്. ഇന്ന് നമ്മളെത്തിയിട്ടുള്ളത് മൺട്രോത്തുരുത്ത് എന്ന് പറയുന്ന സ്ഥലത്താണ്. കൊല്ലത്തിന് ഏകദേശം 24 കിലോമീറ്റർ ആണ് ഇവിടേക്കുള്ള ദൂരം. ഇവിടെ കുറേ തുരുത്തുകളൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വന്നിട്ടുള്ളതാണ്. അപ്പോൾ നമുക്കൊരു വഞ്ചിയുണ്ട് ഇവിടെ. രതീഷ് എന്ന് പറഞ്ഞ ചേട്ടൻ്റെ വഞ്ചിയിലാണ് നമ്മൾ പോണേ. നമുക്ക് വഞ്ചിയിൽ കയറി പോവാം. അങ്ങനെ വഞ്ചി യാത്ര തുടങ്ങി. ഈ ചെറിയ ചെറിയ തോടുകളിലൂടെ വഞ്ചി തുഴഞ്ഞ് നമ്മൾ അഷ്ടമുടിക്കായലിൽ നിന്നെത്തും. കൊല്ലം ജില്ലയിലെ അഷ്ടമുടിക്കായലിലും കല്ലടയാറിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ദ്വീപസമൂഹമാണ് മൺട്രോത്തുരുത്ത്. ഇതിൻ്റെ ആകെ വിസ്തീർണം എന്ന് പറയുന്നത് 13.37 ചതുരശ്ര കിലോമീറ്ററാണ്. കൊല്ലം പട്ടണത്തിൽ നിന്ന് ഏകദേശം 24 കിലോമീറ്ററിൻ്റെ ഇവിടേക്ക്. കൃഷി, മത്സ്യബന്ധനം, കയറുപിരി, വിനോദസഞ്ചാരം ഇതൊക്കെയാണ് ഇവിടുത്തെയുള്ളവരുടെ പ്രധാന തൊഴിൽ. കോട്ടയത്തെ ചർച്ച് മിഷണറി സൊസൈറ്റിക്ക് മതപ്രചാരണത്തിനും വിദ്യാഭ്യാസ പ്രചാരണത്തിനുമായിട്ട് വിട്ടുകൊടുത്ത ഈ പ്രദേശം പിന്നീട് റാണി സേതുലക്ഷ്മിബായിയുടെ കാലത്തേക്ക് 1930 സർക്കാരിലേക്ക് ഏറ്റെടുത്തു. കല്ലടയാറ് കൊണ്ടുവരുന്ന എക്കൽ മണ്ണ് അടിഞ്ഞാണ് മൺട്രോത്തുരുത്തിൻ്റെ പിറവി. 1811നും 1815നും ഇടയിൽ തിരുവിതാംകൂറിലെ ദിവാനായിരുന്ന ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ കേണൽ മൺട്രോയുടെ പേരിൽ നിന്നുമാണ് മൺട്രോത്തുരുത്തിന് ഈ പേര് ലഭിച്ചത്. ഏറെ ജനകീയനും സമർത്ഥനുമായിരുന്ന മൺട്രോയുടെ ബഹുമാനാർത്ഥം മൺട്രോത്തുരുത്ത് എന്ന് ഈ സ്ഥലം അറിയപ്പെട്ടു. ഇവിടെ ധാരാളം റിസോർട്ടുകളൊക്കെ കാണാം. ഇപ്പോൾ നമ്മൾ കടന്നു വന്ന ഒരു റിസോർട്ടിൻ്റെ ഭാഗമാണ്. പുതിയ പുതിയ റിസോർട്ടുകൾ വരുന്നുണ്ട്. ഇവിടെ വഞ്ചിയിൽ പോകുമ്പോൾ പഴയ പാലങ്ങളുണ്ട്. അപ്പോൾ അത് ഹൈറ്റ് കുറവായതിനാൽ നമ്മൾ കുനിഞ്ഞിരുന്നിട്ട് വേണം ഇതിൻ്റെ അടിയിൽ കൂടെ പോകാൻ, അല്ലെങ്കിൽ തല തട്ടും. ഇപ്പോൾ പാലത്തിൻ്റെ അടിയിൽ കൂടെയാണ് പോണത്. വേലുത്തമ്പി ദളവയ്ക്ക് ശേഷം തിരുവിതാംകൂറിലെ ദിവാനായിരുന്ന ഉമ്മണിത്തമ്പി പൊതുവെ ജനങ്ങൾക്ക് അപ്രിയനായിരുന്നതിനാൽ റാണി ഗൗരി ലക്ഷ്മിബായി തമ്പുരാട്ടി ഉമ്മണിത്തമ്പി ഉദ്യോഗത്തിൽ നിന്ന് നീക്കുകയും ബ്രിട്ടീഷ് റെസിഡൻ്റായിരുന്ന കേണൽ മൺട്രോയെ 1810 ദിവാനായി നിയമിക്കുകയും ചെയ്തു. 1815 വരെ തിരുവിതാംകൂറിൽ ദിവാൻ പദവിയിലിരുന്ന ഇദ്ദേഹത്തിൻ്റെ ഭരണകാലത്ത് തിരുവിതാംകൂറിന് ഏറെ നേട്ടങ്ങൾ കൈവരിക്കാനായി. തികഞ്ഞ ക്രിസ്ത്യൻ വിശ്വാസിയായിരുന്ന കേണൽ മൺട്രോ നിരവധി മതപാഠശാലകളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും രൂപീകരിച്ചു. കേണൽ മൺട്രോയുടെ അഭ്യർത്ഥന പ്രകാരം തിരുവിതാംകൂർ റാണി അഷ്ടമുടിക്കായലിനും കല്ലടയാറിനും മധ്യയുള്ള തുരുത്ത് കോട്ടയത്തെ ചർച്ച് മിഷണറി സൊസൈറ്റിക്ക് ധനശേഖരാർത്ഥം വിട്ടു നൽകി. സൊസൈറ്റി ഈ തുരുത്തിന് മൺട്രോയുടെ പേര് പിന്നീട് നൽകി. ഇവിടെ പലതരത്തിലുള്ള ഭൂപരിഷ്കരണം നടപ്പിലാക്കി. കല്ലടയാറിൽ മുതിരപ്പറമ്പിൽ നിന്നും വഴിവിരിഞ്ഞ് ഇരിയക്കടവ് വഴി തെക്കോട്ട് പോകുന്ന പുത്തനാറ് വെട്ടിയുണ്ടാക്കി. മണക്കടവിലെ കൃഷി സൗകര്യം ഏർപ്പെടുത്തുന്നതിനുള്ള നടപടിയുണ്ടായത് ഈ കാലത്താണ്. ഈ പുത്തനാറ് വെട്ടുന്നതിന് മുമ്പ് കിഴക്കേ കല്ലടയുടെ ഭാഗമായിരുന്ന കൊടുവിളയുമായി ചേർന്നിരുന്നായിരുന്നു ഈ ഗ്രാമം. പണ്ട് ഈ ഗ്രാമത്തിൻ്റെ പേര് അതിർത്തി എന്നായിരുന്നു അത്രേ. ഇവിടെ മണ്ണിടിയാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് കെട്ടിയുണ്ടാക്കിയിട്ടുള്ളത്, നമ്മൾ മതിൽ കെട്ടണ പോലെ.
അതിൻ്റെ എന്തോ റിപ്പയറിംഗ് വർക്കുകളൊക്കെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ധാരാളം ചെമ്മീൻ കെട്ട്, അതുപോലെ കരിമീനൊക്കെ വളർത്തുന്ന സ്ഥലമുണ്ട്. ഇതേപോലെ ഒരു ചെമ്മീൻ കെട്ടാണ്. ചെമ്മീൻ കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണും കാലാവസ്ഥയാണ് ഇവിടെ. കാരണം ഇവിടുത്തെ മണ്ണിൻ്റെ പ്രത്യേകത കാരണം ഇവിടുത്തെ മത്സ്യങ്ങൾക്ക് നല്ല ടേസ്റ്റ് ഉണ്ടെന്നാണ് പറയുന്നത്. വെള്ളത്തിൽ ഓക്സിജൻ്റെ അളവ് കൂട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഫാൻ വെച്ച് അടിക്കുന്നത്. ഇപ്പോൾ ഈ കനാലിൽ നിന്ന് അങ്ങോട്ട് വെള്ളം അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതപ്പോൾ എപ്പോഴും അടിക്കാം? ഇല്ല, ദിവസം 4-5 മണിക്കൂർ ഇടവിട്ട് അടിക്കും. നമ്മൾ വെള്ളം ഇറക്ക സമയം നോക്കി ഏറ്റവും ആകുമ്പോൾ പിന്നെ ഇതങ്ങനെ ഇത് 2 അടി വെള്ളം കൂടെ കൂടും. ഏതാളം കണ്ടോ? ഇനി വൈകിട്ടാകുമ്പോഴത്തേക്ക് 2 അടി വെള്ളം കൂടും. ഇറക്ക സമയം ഇവിടെ ഒരു നീർക്കാക്കനെ കാണാം. അതാണ് നീർക്കാക്കയാണത്. ഇപ്പോൾ ലൈഫ് ജാക്കറ്റൊക്കെ ഇട്ടിട്ടാണ് പോണത്. കാരണം ഇവിടെ ചെക്കിങ് ഉണ്ടാവുന്നുണ്ടെന്ന് പറഞ്ഞു. ഇപ്പോൾ ലൈഫ് ജാക്കറ്റ് നിർബന്ധമാണ്. വഞ്ചി തുഴഞ്ഞു കഴിഞ്ഞ് നമ്മളിപ്പോൾ മണക്കട എന്ന് പറഞ്ഞ സ്ഥലത്താണ് എത്തിയിട്ടുള്ളത്. ഈ പാലം കടന്നു കഴിഞ്ഞാൽ പിന്നെ അഷ്ടമുടിക്കായലാണ്. പാലത്തിൻ്റെ അടിയോടെ നമ്മൾ വഞ്ചീൻ്റെ അടിത്തട്ടിൽ ഇരുന്നിട്ട് വേണം പോകാൻ, അല്ലെങ്കിൽ തല തടയും. തീരെ ഉയരം കുറവാണ് ഇവിടുത്തെ പാലങ്ങൾ. ഇപ്പോൾ നമ്മൾ അഷ്ടമുടിക്കായലിലെത്തി. ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. അപ്പോൾ അഷ്ടമുടിക്കായലിലൂടെയുള്ള യാത്ര അടുത്ത എപ്പിസോഡിൽ കാണാം.